വെൽക്കം ബാക്ക് ഗൈസ്. സോ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഒരു പുതിയൊരു ഗെയിമാണ്. സോ ഈ ഗെയിമിന്റെ പേരാണ് ഗ്രാനി ചാപ്റ്റർ 2 റിട്ടേൺ ഗൈസ്. സോ നിങ്ങളിത് കളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ്, നമ്മൾ സാധാ ഗ്രാനി ചാപ്റ്റർ 2 കണക്കല്ല, ഇതിനകത്ത് പുതിയ എസ്കേപ്പ് വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ റാനിക്ക് പുതിയ വെപ്പൺ കിട്ടി, പിന്നെ റാനിക്ക് പുതിയ പെറ്റിനെയും കിട്ടി ഗൈസ്. സോ അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഡു സബ്സ്ക്രൈബ്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ പിന്നെ ലൈക്കും കൂടെ ചെയ്യണം. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഇതാ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡേ 1, ഹിയർ വി ഗോ. ഗൈസ്, റാനി ചാപ്റ്റർ 2 ആണ്, അതിൻ്റെ മാപ്പാണ് ഇത്. സോ ഇച്ചിരി ടഫായിരിക്കും. പക്ഷെ ഗൈസ് അറിയാലോ, നമ്മളെ റാനി 1 കളിച്ചതുപോലെ അല്ല ഇതാണ്. പിന്നെ ഗൈസ് ഇത് ഇച്ചിരി ടഫായിരിക്കും കേട്ടോ. കാരണം റാനിക്കും വെപ്പൺ ആഡ് ചെയ്തിട്ടുണ്ട്, ഗ്രാൻഡ്പയ്ക്കും വെപ്പൺ ആഡ്. എന്നുവെച്ചാൽ ഗ്രാൻഡ്പയുടെ ഷോട്ട് ഗൺ അതൊക്കെ ഉണ്ട്. ഗ്രാൻഡ്പ ഷോട്ട് ഗൺ വെച്ച് നമ്മളെ അടിച്ചെന്ന് കൊല്ലും. അതൊക്കെ ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. റാനിയുടെ കയ്യിൽ വെപ്പണാണ് ഗൈസ്. ഇത് നമ്മൾ ഗ്രാൻഡ്പയും കൂടെ വെയിറ്റ് ചെയ്യാം. ഗ്രാൻഡ്പ ഇപ്പോൾ വരും. ഗൈസ് പണിയായി ഗൈസ്. ഇപ്പൊ റാനി വന്നേനെ. ജസ്റ്റ് മിസ് ഗൈസ്. കുഴപ്പമില്ല. ഇവിടെ നമ്മളെ സ്റ്റൺ കണ്ണുണ്ടാവും. ഇവിടെ ആണെന്ന് തോന്നുന്നുണ്ട്. യെസ് ഗൈസ്. നമ്മൾ എന്തുവാ, നമ്മൾ കളി ജയിച്ച്. സ്റ്റൺ കണ്ണും റാനി ഇങ്ങോട്ട് വരട്ടെ ഗൈസ്. ഞാൻ റാനിനെ അടിച്ചെന്ന് കൊല്ലും. ആ വന്നല്ലോ. എവിടെ പോയി ഗൈസ്? റാനിയുടെ പുതിയ വെപ്പൺ. റാനിയുടെ പുതിയ വെപ്പൺ കിട്ടി ഗൈസ്. പക്ഷെ അതിനു മുമ്പേ നമുക്ക് കളവനും കൂടെ അടിക്കാം. റാനിയുടെ വെപ്പൺ നമ്മള് കളവിടെ വെപ്പൺ കൊണ്ട് തന്നെ നമുക്കൊന്ന് അടിക്കാം കളവനെ. ഇങ്ങോട്ട് വരൂ അപ്പൂപ്പ. Where are you? അപ്പൂപ്പോയ്. റാനി മരിച്ചിട്ടൊന്നുമല്ല എന്നും പറഞ്ഞ് പണങ്ങിയൊന്നും പോവണ്ട. ഇങ്ങോട്ട് വാ അപ്പൂപ്പോയ്. അപ്പൂപ്പൂ. ഈ അപ്പൂപ്പനെ കൊണ്ട് ഗൈസ് ഇല്ലാത്ത കഷ്ടമായി ഗൈസ്. വല്ലാത്ത കഷ്ടം ഗൈസ്. ഈ അപ്പൂപ്പനെ കൊണ്ട് ദോ പോന്ന്. എടാ അപ്പൂപ്പോയി എവിടെ പോന്ന്? ഞാൻ നിങ്ങള് കെട്ടികളടിച്ചിട്ട് നിങ്ങൾ വന്നില്ല. എന്താ അപ്പൂപ്പോ ഇങ്ങനെ? അപ്പൂപ്പയുടെ താലിമാല ഇങ്ങനെ എടുക്കൂ. തങ്കു. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും മേലോട്ട് പോവാം. അത് അവിടെ ഇട്ടേക്ക് ഗൈസ്. നമുക്ക് പുതിയ എസ്കേപ്പ് ചെയ്യണ്ട ഗൈസ്. അപ്പൊ അതിനായിട്ടുള്ള ഫസ്റ്റ് സാധനം ഇവിടെ എന്തായാലും ഉണ്ടാവും, അറിയാം. ഇതൊക്കെ ഞാൻ ഗൈസ് ലിവർ. ഇത് നമ്മളെ പുതിയ ഐറ്റംസ് ആണ്. പിന്നെ ഗൈസ് ഈ റാനി ഗെയിമിൽ പുതിയ എസ്കേപ്പൊക്കെ വന്നാൽ നമുക്ക് സിമ്പിളാണ്. കാരണം ഈ സാധാ റാനി ഇതൊക്കെ ഇല്ല ഗൈസ്, അതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളെല്ലാം വന്നാൽ എന്തോ അത് പുതിയ എസ്കേപ്പിനുള്ള സാധനങ്ങളാണ്. അത് ഉറപ്പാ. അങ്ങനെയാണല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. പുതിയ എസ്കേപ്പിനുള്ള സാധനങ്ങളായിരിക്കും. റാനിയിൽ നമ്മൾ ഇതുവരെ കാണാത്ത സാധനങ്ങൾ പിന്നെ വന്നാൽ അത് പുതിയ എസ്കേപ്പിനുള്ള സാധനങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഗൈസ് നമുക്ക് സിമ്പിളായിട്ട് പുതിയ എസ്കേപ്പൊക്കെ ചെയ്യാം, പേടിക്കാനില്ല. നമ്മളെ റാനിക്കും കണ്ണില്ല, നമ്മളെ അപ്പാപ്പനും കണ്ണില്ല. എന്തുവാ, നമ്മൾ റാനിയുടെ കാണും നമ്മളല്ല മറ്റേ സ്ലെൻഡറിനയുടെ കിഡ് ചൈൽഡ് അവിടെ കൊണ്ടുപോയിട്ടു. ഇനി റാനി എണീറ്റ് ഗൈസ്. മറ്റേ കളവനും കൂടെ എണീക്കട്ടെ, എന്നിട്ട് ഞാൻ റാനിനെ കൊല്ലാം. ഓക്കെ ഗൈസ്, കളവനെ എണീറ്റെന്ന് തോന്നുന്നു. നമുക്ക് കളവിനെ ഒന്ന് അടിക്കാം ഗൈസ്. ഇനി കളവൻ പട്ട്. ഇനി കളവന്റെ എൻട്രി കാണാം ഗൈസ്. നമുക്ക് കളവൻ വേറെ യു. ഓക്കെ കമോൺ.
ഓക്കെ ഗൈസ്, ആർ യു കളവൻ? ഓ, സ്റ്റേജിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം ശുഭം എന്നാ പിടിച്ചോയ്. ഇനി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് ഗൈസ്. കുറച്ചൊന്നല്ല, കുറച്ചധികം പരിപാടികളുണ്ട്. ഇനി നമ്മൾ ഗ്രാൻഡ്പയുടെ ഗണ്ണ് എടുത്തോണ്ട് വരാം ഗൈസ്. ഈ ഗ്രാൻഡ്പയുടെ ഗണ്ണിലാണ് കളികളുള്ളത്. കാണിച്ചു തരാം. ഇവിടുന്ന് 2 ഉണ്ട എടുത്തോണ്ടൊന്ന് പോവാം, അതായിരിക്കും സേഫ്. ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കില്ലേ, ഇവിടെ ഇട്ടേക്കാം. ഗൈസ്, നമ്മളുടെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഒരു ചെയിൻ കട്ടർ കിട്ടും. അതെടുത്തോണ്ട് നമുക്ക് മേളിൽ പോകണം. ചെയിൻ കട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മേളിൽ നമ്മൾ എന്തോ നൊസ്ഫെററ്റുവോ അങ്ങനെ ഏതോ ഒരുത്തന്നില്ലേ, അവന് ഇത് ചെയ്യാൻ വേണ്ടിയാ. ഓക്കെ. എടാ, ഈ ട്രാപ്പ് ഞാൻ കണ്ടതായിരുന്നു, പക്ഷെ ഞാൻ അത് ഓർത്തില്ല. ഗൈസ്, നമ്മളെ പുതിയ എസ്കേപ്പിനുള്ള ബാറ്ററി അവിടെ ഉണ്ട്. ബാറ്ററി ഉണ്ട് ഗൈസ് പുതിയ എസ്കേപ്പിനായിട്ട്, അതവിടെ കിടപ്പുണ്ട്. ഓക്കെ, സീനില്ല ഗൈസ്. ഈ വാതിലല്ലേ, ഒരു സേഫ്റ്റിക്ക് ഒന്ന് അടച്ചിട്ടേക്കാം, എങ്ങാനും ആവശ്യം വന്നാൽ. ഓക്കെ, ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഈ ഗണ്ണ് ഇവിടെ വിടുക. അവർ 2 പേരും ഇപ്പം എനിക്ക് മുമ്പേ ഗൈസ് നമുക്ക് ഈ സാധനങ്ങളെല്ലാം. ഈ ബാറ്ററി ഇല്ല ഗൈസ്, നമുക്കില്ല. ഇതിൻ്റെ അടി കൊണ്ടുപോയിടാം, അത് സേഫാണ്. ഓക്കെ ഗൈസ്, അതിൻ്റെ അടിയിൽ പോയിട്ടുണ്ട്. ഇനി നമ്മൾ സേഫായിട്ട് ഇതിൻ്റെ മേളിലോട്ടൊന്ന് കയറിയാൽ മതി. രക്ഷപ്പെട്ടു ഗൈസ്. ഇനി പേടിക്കാനില്ല. ഗണ്ണെന്തിയെ, ഷോർട്ട് ഗൺ. ഓക്കെ ഉണ്ടേട്. ഓക്കെ ഗൈസ്, ഇനി നമുക്കില്ലേ ഈ ചെയിൻ കട്ടർ വെച്ച് നമുക്ക് ഇവിടെ ഒന്ന് ഊരണം. ഓക്കെ, ചെയിൻ കട്ടർ വെച്ച് ഇവിടെ ഒന്ന്. ഓക്കെ, ചെയിൻ കട്ടർ വെച്ച് ഊരി. ഇനി ഫ്യൂസ് നമ്മൾ താഴെ ഇവിടെ മതി ഗൈസ്. ഇനി നമ്മൾ ആറാട്ടാണ് ഗൈസ്. ഇനി നമ്മൾ ആറാട്ട്. കണ്ട് ഗൈസ്, കളവനും കൂടെ വരട്ടെ. കളവൻ സ്പോണായി കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് ഇവരെ അടിച്ചിടാം. ഒറ്റ മിനിറ്റ് ഗൈസ്, ഒന്ന് ഉറപ്പിക്കട്ടെ. ഹെഡ് ഷോട്ട് തന്നെ കൊടുക്കാം. ഹെഡ് ഷോട്ട്. കളവൻ ഇവിടെ ഉണ്ടോ നോക്കട്ടെ ഗൈസ്. താഴോട്ട് വീഴത്തുമില്ല. എന്തൊരു കഷ്ടമാണ് ഗൈസ്. കളവനും വന്ന് അടിപ്പൂപ്പത്തി. ഈ ആനിമേഷനൊക്കെ കാരണം ഗൈസ് വല്ലാത്ത തലക്കേടാണ്. അതവിടെ കട, അല്ലെങ്കിൽ കളവൻ നമ്മളെ നെഞ്ച. ഇവിടെ അല്ലേ ഫ്യൂസ് എന്ത്? ഫ്യൂസ് ഗൈസ്, നമുക്കിനി ഒരു സ്ഥലത്തോട്ടും കൂടെ പോണം ഗൈസ്. ഇനി നമുക്ക് മേലോട്ട് പോയി ഒരു ട്രൗബാർ ഉണ്ട് ഗൈസ്, നമ്മളത് മിസ് ചെയ്ത്. ട്രൗബാറും കൂടെ ഒന്ന് എടുത്തോണ്ട് വരാം. ഇവിടെയാണ് ഗൈസ് ട്രൗബാർ. എടാ, ഇതിന്റെ ആനിമേഷൻ ഇത് എന്തൊരു കഷ്ടമാണെന്ന് പറയാ. എല്ലാത്തിനും ഒന്ന് ആനിമേഷനാണ് ഗൈസ്, എല്ലാത്ത ആനിമേഷൻ കൂടുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇനി സ്റ്റൺ ഗണ്ണ് എടുത്തോണ്ടൊന്ന് പോവാം. സ്റ്റൺ ഗണ്ണ് എടുത്തോണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റൺ ഗണ്ണ് എടുത്തോണ്ട് ഒറ്റൊരു ചാട്ടം കൊണ്ട് ചാടി ഗൈസ്. ഇനി നമ്മൾ ബാറ്ററി എടുത്ത് ഇവിടെ കൊണ്ടുപോയി വയ്ക്കാം. അയ്യോ എടാ വാടാ മോനെ വാ. എടാ അവിടെ കടാ, അവസാനം വല്ലതും എടുത്തോണ്ട് പോവാം ഗൈസ്, എനിക്ക് വയ്യ. ഇനി ഡ്രാനിയും മറ്റേ കളവന് സ്പോണായി കാണും. ഓക്കെ, ഒന്നും സമയമില്ല. ഇനി ഇവരെ 2 പേരെ നമുക്ക് വീണ്ടും ഉറക്കണം ഗൈസ്. ഒന്നിനും സമയമില്ല അങ്ങോട്ട്, അല്ലേ ഗൈസ്? സമയമില്ല ഗൈസ്. ഇനി അവർ 2 പേരും വരട്ടെ, വന്നിട്ട് നമുക്ക്. ഓക്കെ, ഡ്രാനി സ്പോണായി. ഡ്രാനി സംസാരിക്കുന്ന ശബ്ദം ഞാൻ കേട്ട്. ഓക്കെ ഗൈസ്, ഡ്രാനിയും കൂടെ വരട്ടെ.
റാനി ഇപ്പൊ വരും. താഴെ നിന്ന് എടാ അത്രയ്ക്കും ദൂരെ പോകുന്ന എന്തിനാടാന്ന്. ഓക്കെ, ഒരു പ്രശ്നമല്ല. ഓക്കെ ഗൈസ്, ഓക്കെ അവരെന്തേലും വരട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളെ മെയിൻ അതിഥി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് നമുക്കൊന്ന് പൂശിയേക്കാം. ഇനി അടുത്ത ആള് പോട്ടെ. നെക്സ്റ്റ് കസ്റ്റമർ തങ്കു നബുക്കോ ഉണ്ട തട്ടെ. താങ്ക് യു. ഒരു പ്രശ്നമല്ല. ഇനി നമുക്ക് ട്രോബാർ എടുത്തിട്ടില്ലേ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോകാം. താഴെ നമുക്ക് ഈ കുഴിക്കാനുണ്ട്. നമുക്ക് എല്ലാ സാധനങ്ങളായെന്നാണ് തോന്നുന്നത്. ഞാൻ കറക്റ്റായിട്ടൊന്നും ഓർത്തില്ല ഗൈസ്. ഗൈസ് ആയെന്ന് തോന്നുന്നു. പുതിയ എസ്കേപ്പിന് എല്ലാം ആയി ഗൈസ്. ഞാൻ ഇത് ഒരു തവണ കളിച്ചു നോക്കിണ്ടില്ലേ, ഈ സംഗതി പിടികിട്ടി. ഓക്കെ, ഇവിടെ നമ്മളെ ബട്ടൺ ഉണ്ട്. എസ്കേപ്പായി നമ്മള്. വേറെ ഒന്നും നോക്കാനല്ല, എസ്കേപ്പ്. വി എസ്കേപ്പ് ബ്രോ. അല്ല ഇനി വേറെ വല്ലതും ഉണ്ടോ? ഞാൻ ഒന്നും ഓർക്കുന്നില്ലടാ, അതാ എൻ്റെ പ്രശ്നം. ഞാനെല്ലാം മറന്നു പോവാണെന്നേ. ഇവിടുന്ന് നല്ല എടുക്കാനുണ്ട്. ഫ്രഞ്ച് വെച്ച് നമുക്ക് എവിടെങ്കിലും പോണം. ഞാൻ എന്തായാലും ചാടി ഗൈസ്, ഒറ്റ മൈൻഡ്. ഓക്കെ, എല്ലാം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലടാ ഒരു ഫ്യൂസേ ഉള്ളൂ ബ്രോ, ഒരു ഫ്യൂസേ ഉള്ളൂ. അത് നമുക്ക് പണിയാം. പണി അയ്യോ എടാ സ്റ്റൺ ഗണ്ണ് ഞാൻ അങ്ങോട്ട് ഇട്ട്. എന്തൊരു മണ്ടനാടാ ഞാൻ, പൊട്ടൻ. എടാ അറിയാ സ്റ്റൺ ഗണ്ണും കൂടെ അതിനകത്ത് ഇട്ടു എടാ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും താഴോട്ട് സ്റ്റൺ ഗണ്ണ് എടുക്കാം. ഒരു ഫ്യൂസിന്റെ കുറവും കൂടെ ഉള്ളു ഗൈസ്. അത് നമ്മളിപ്പോൾ സെറ്റാക്കും. ഒരു ഫ്യൂസ് എവിടെ ആയിരിക്കും എന്നാലും. ഒരു ഫ്യൂസ് എന്നാൽ എവിടെയാ? ഗൈസ് നമ്മളെ അടുക്കളയിൽ ഒരു ഫ്യൂസ് ഉണ്ടായി. എടാ അത് ഞാൻ മറന്നുപോയല്ലോ. കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇവരെ വെട്ടിച്ചിട്ട് പോവാം. ഇനി വെറുതെ കൊല്ലണ്ട ആവശ്യമില്ല ഗൈസ്, ഇനി കൊല്ലണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ചു ഈ തവണ. അവിടെ ഇല്ല, കളവനാണെങ്കിൽ റേഡിയോയുടെ പാട്ട് ഇട്ടുണ്ടോ അവിടെ കിടക്കും. അതങ്ങനെ കൊന്നാലല്ലേ നമുക്ക് ആ ഫ്യൂസ് എടുക്കാൻ പറ്റും. ഇവിടെ എന്തുവാടേ 90s കൊച്ചുങ്ങൾ കണക്കൊന്ന് ഡാൻസ് കളിക്കുന്നു. ഇങ്ങോട്ട് ഫ്യൂസ്. ഇനി നമ്മൾ എസ്കേപ്പായി ഗൈസ്, ഇനി നമ്മൾ എസ്കേപ്പായി. ഇനി നമ്മളെ റാനിയും കൂടെ വന്നാൽ മതി. റാനി ആണോ വേണ്ട? കണ്ട് പിടിച്ചോയ് സ്റ്റൺ ഗണ്ണ് താട്ടോ. ഇനി എന്തായാലും ഇനി ചിലപ്പോൾ ഇതും കൂടെ അല്ലെങ്കിൽ ഇല്ലേ ഗൈസ്, പിന്നെ നമുക്ക് ആ സ്റ്റൺ ഗണ്ണ് എടുക്കാം അവസരം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സ്റ്റൺ ഗണ്ണ് എടുത്തോണ്ടേ പോകത്തുള്ളൂ. സ്റ്റൺ ഗൺ കമോൺ. യെസ് ഗൈസ്, പിന്നെ നമ്മളെ നെക്സ്റ്റ് വീഡിയോയിൽ എന്താ നമ്മളെ റാനിയിലെ പുതിയ പെറ്റില്ലേ ഗൈസ്, അതിനും കൂടെ നമുക്ക് കാണാൻ പോവാം. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് ആ റാനീൻ്റെ പെറ്റ് അടുത്ത് പോയി നമുക്ക് ചുമ്മാ കളിപ്പിക്കാം. പെറ്റിനെ നമുക്കൊന്ന് കാണാം ഗൈസ്. ഞാൻ ഇത്ര നേരമായിട്ട് കണ്ടില്ല. ഏതോ ഒരു ചെളിയിൽ പൊതിഞ്ഞിരിക്കുന്ന ഏതോ ഒരു പെറ്റാ ഗൈസ്, എന്താണോ എന്തോ. ഗൈസ് നമുക്ക് ഈ ബാറ്ററി ഇവിടെ ഇടാം. ബാറ്ററി ഇവിടെ അല്ലേ? ബാറ്ററി ഇടുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ കിട്ടും. ഓക്കെ ഓക്കെ ബട്ടൺ. നമ്മൾ എപ്പോഴും ഒരു ഗണ്ണും പിടിച്ചുകൊണ്ടേ പോവുള്ളൂ. ഈ ഡോറൊന്നും അടയ്ക്കും, സേഫ്റ്റി ആയിട്ട് എപ്പോഴും പോകണം. അപ്പം ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ റാനി ചാപ്റ്റർ 2 എലിവേറ്റർ എസ്കേപ്പ് ഏതൊരു എസ്കേപ്പാണ് അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ കിളവിയും കളവനും ഇവിടെ വായം പൊളിച്ച് നോക്കിയിരിക്കുന്നു.
നമ്മളപ്പം റാനിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ എലവേറ്റർ എസ്കേപ്പ് കൂടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കാം. പിന്നെ ഈ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.